വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേര് എഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, പാലക്കാട് രൂപത അധ്യക്ഷനും വലിയ പിതാവുമായ അഭിമന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ക്രിസ്മസ് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്ന അഭിമന്യ പിതാവിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവെ, കുട്ടിക്കാലത്തെ പിതാവിൻ്റെ ക്രിസ്മസ് ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? സ്നേഹമുള്ളവരെ, ഷാലോം ടി വിയുടെ പ്രേക്ഷകരായ എല്ലാവരോടും എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അതിനുശേഷമുള്ള ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളും പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരായ എല്ലാവരെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിവാദനം ചെയ്യുകയാണ്. കുട്ടിക്കാലത്തെ പറ്റിയുള്ള അധികം ഓർമ്മകൾ എനിക്കില്ല. ഞാൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള ചില ഓർമ്മകളൊക്കെ എനിക്കുണ്ടായത്. അന്നത്തെ കാലത്ത് ക്രിസ്മസ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തരത്തിൽ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. എന്നാലും വളരെയേറെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. ക്രിസ്മസ് ദിവസം എന്നെപ്പോലുള്ളവർക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനുണ്ടായിരുന്നത് പള്ളിയിൽ നിന്ന് എത്തുന്ന ഉണ്ണീശോയുടെ രൂപവുമായിട്ടെത്തുന്ന ആ ക്രിസ്മസ് കരോൾ കുട്ടികളെയാണ്. അവരെല്ലാ വീടുകളിലും വന്ന് ക്രിസ്മസ് കരോൾ ആലപിക്കും. ക്രിസ്മസ് സംബന്ധമായ പാട്ടുകൾ മാത്രമേ ആലപിക്കുകയുള്ളവർ. ഞങ്ങളൊക്കെ വളരെ താല്പര്യത്തോടു കൂടി അവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവർക്ക് ഉണ്ണീശോയ്ക്ക് നേർച്ചകൾ സമർപ്പിക്കും. കുറച്ച് സമയം അവർ ഞങ്ങളുടെ വീട്ടിൽ ചിലവഴിക്കും. അതിനുശേഷം ഞങ്ങൾ തന്നെ ആ ഗ്രൂപ്പിനെ അടുത്ത വീട്ടിലേക്ക് ആനയിക്കും. അങ്ങനെ 2-3 വീടുകൾ, ഏതാനും വീടുകളിൽ കയറിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരും. തിരിച്ചു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തയ്യാറെടുപ്പാണ്, പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എൻ്റെ ഇടവകപ്പള്ളി 7 കിലോമീറ്റർ അകലെയാണ്. എന്നാൽ പോലും എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയ അവസരം മുതൽ എല്ലാ വർഷവും
ക്രിസ്മസിന് പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പോകും. ഞാൻ മാതാപിതാക്കളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോകേണ്ട സമയം അറിയാനായിട്ട് അന്ന് വാച്ചൊന്നുമില്ല. പക്ഷേ 1, 2, 3 മണി പള്ളിയിൽ അടിക്കപ്പെടുന്നതായ അവസരത്തിൽ കഥന വെടി പള്ളിയിൽ നിന്നത് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതിന് മുൻപ് തന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പള്ളിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നതായ വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് പോകുന്ന ഓർമ്മകളാണ് എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് സംബന്ധമായിട്ട് എനിക്കുള്ളത്. പിതാവ് ഏതെങ്കിലും ക്രിസ്മസ് പാട്ടുകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് പൈതലാം യേശുവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് അന്നും അനുഭവപ്പെട്ടിരുന്നു. പൈതലാം യേശുവേ ചുണത്തിയ പാടി നോക്കാം. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ 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 ലലാ. പിതാവേ, വീട്ടിലെ ക്രിസ്മസ് ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? വീട്ടിൽ കുട്ടിക്കാലത്ത് ക്രിസ്മസ് വരുന്ന ഓരോ അവസരത്തിലും ഏറ്റവും പ്രധാനമായിട്ട് എന്നെപ്പോലുള്ളവർ ചെയ്തിരുന്നത് നക്ഷത്ര വിളക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നക്ഷത്ര വിളക്ക് വാങ്ങിക്കാൻ കിട്ടും. പലതരത്തിലും രൂപത്തിലുമുള്ള വിളക്കുകൾ, വളരെ മോഡേൺ ആയിട്ടുള്ള നക്ഷത്ര വിളക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അന്നത്തെ കാലത്ത് അതൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ തന്നെ നക്ഷത്രം ഉണ്ടാക്കുമായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക ചിന്ത ക്രിസ്മസ് വിളക്കുണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ മുള കൊണ്ട് ഉണ്ടാക്കി ഈ വർണ്ണ സബലമായിട്ടുള്ള പേപ്പറൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമായിട്ടുള്ള ക്രിസ്മസ് വിളക്ക് ഉണ്ടാക്കുമായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. മണ്ണെണ്ണ വിളക്കാണ് അതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ആ ഒരു സംവിധാനവും ആ നക്ഷത്രത്തിലുണ്ടാകും. എന്നിട്ട് ഈ നക്ഷത്ര വിളക്ക് ഡിസംബർ മാസം 24-ാം തീയതി രാത്രിക്ക് മാത്രമേ ഉയർത്തുമായിരുന്നുള്ളൂ. പിന്നെ ജാനുവരി മാസം 6-ാം തീയതി വരെ വിളക്കിൽ എണ്ണ ഒഴിച്ച് ഉയർത്തുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ വിളക്കുണ്ടാക്കി ഉയർത്തുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരമായിരുന്നു. ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന അവസരത്തിൽ അന്ന് ക്രൈസ്തവരുടെ വീടുകളിൽ ഈ വിളക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാവരും തന്നെ വിളക്കുണ്ടാക്കുമായിരുന്നു, ക്രിസ്മസ് വിളക്ക്. പിന്നെ ആ വിളക്കുകളൊക്കെ കണ്ട് രാത്രിയിൽ പള്ളിയിൽ പോകുന്നത് ഒരു നല്ല അനുഭവമായിരുന്നു. ജാനുവരി മാസം 6-ാം തീയതി വരെ ഈ വിളക്ക് കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും ഒരു വർഷം പോലും ജാനുവരി മാസം 6-ാം തീയതി വരെ വിളക്ക് കയറ്റാനും ഇറക്കാനും ഒന്നും സാധിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ കാറ്റ് വന്ന് ആ വിളക്ക് കത്തിപ്പോകും. നക്ഷത്ര വിളക്ക് തന്നെ കത്തിപ്പോകും. ഒരു വർഷം ആദ്യത്തെ ദിവസം തന്നെ വിളക്ക് കത്തിപ്പോയത് ഞാൻ ഓർമ്മിക്കുക. ഈ ക്രിസ്മസ് വിളക്ക് ഉണ്ടാക്കുന്നതിന് അടുത്തുള്ള കൂട്ടുകാരൊക്കെയും ഹൈന്ദവരായാലും അവരും വന്ന് സഹായിക്കുമായിരുന്നു. പിന്നെ വിളക്ക് ഉണ്ടാക്കി കയറ്റുന്ന ആ ഒരു ഓർമ്മയാണ് ക്രിസ്മസ് ആഘോഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ വിളക്കുണ്ടാക്കി വിളക്ക് കയറ്റിയതിന് ശേഷമാണ് പള്ളിയിലേക്ക് പോവുക. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ നോക്കുന്നത് വിളക്ക് അവിടെ ഉണ്ടോ, കത്തി തന്നെ നിൽക്കുകയാണോ എന്ന് നോക്കുമായിരുന്നു. എന്നിട്ട് പള്ളിയിൽ പോയി പള്ളിയിലെ പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ആഘോഷമായ കുർബാനയാണ്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് വെടിവെക്കുന്ന ഒച്ച കേൾക്കും. 1-ാം വെടിയും 2-ാം വെടിയും 3-ാം വെടിയും ഒക്കെ വെക്കുന്നത് കേട്ടിട്ട് വാച്ചൊന്നുമില്ലായിരുന്നത് കൊണ്ട്
അത് കേട്ട് ഏറെക്കുറെ സമയം മനസ്സിലാക്കി പള്ളിയിലെത്തുമായിരുന്നു. ഞങ്ങളൊക്കെ നേരത്തെ തന്നെ പള്ളിയിലെത്തുമായിരുന്നു. കാരണം നേരത്തെ എത്തിയില്ലെങ്കിൽ പള്ളിയിൽ സ്ഥലം കിട്ടില്ല. എല്ലാവരും ക്രിസ്മസ് കുർബാനയിൽ പാതിരാ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പള്ളിയിലെത്തുമായിരുന്നു. അതുകൊണ്ട് ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ സംബന്ധിക്കും. പിന്നെ തിരുപ്പിറവിയുടെ അവസരം വരുമ്പോഴാണ് എല്ലാവർക്കും വലിയ സന്തോഷം. ആ തിരുപ്പിറവി നടക്കുമ്പോൾ ആ കൂട്ടമണി, വലിയ മണിയും ചെറിയ മണിയും എല്ലാം 3 തരത്തിലുള്ള മണികളുണ്ടായിരുന്നു. ഈ മണികളെല്ലാം ഒരുമിച്ച് അടിക്കുകയും അതുപോലെ തന്നെ കഥന വെടികൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും അത് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. ഒരു മഹാസംഭവം 2000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതിൻ്റെ ഓർമ്മ ആചരിക്കപ്പെടുകയാണ് എന്ന് തോന്നിപ്പോകും അവിടെ. അപ്പോൾ ആ ഒരു ഓർമ്മ പ്രത്യേകമായിട്ട് അയവിറക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഞങ്ങൾ പ്രദക്ഷിണമുണ്ട്, ആഘോഷമായ പ്രദക്ഷിണമുണ്ട്. പള്ളി ചുറ്റി ഉള്ള ഒരു പ്രദക്ഷിണം ഒരു മണിക്കൂറിലേറെ സമയമെടുക്കും. ആ പ്രദക്ഷിണത്തിൽ എല്ലാവരും സംബന്ധിക്കുമായിരുന്നു. അപ്പോൾ മണിയടിക്കുന്ന ആ ഒരു ചുമതലയാണ് പലപ്പോഴും എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അത് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതായത് പ്രദക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞ് പ്രദക്ഷിണം തിരികെ എത്തുന്നതുവരെ ഈ മണി അടിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് അതേപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യുക വലിയൊരു ആവേശമായിരുന്നു. അപ്പോൾ ഈ പ്രദക്ഷിണവും കഴിഞ്ഞിട്ടാണ് നേർച്ചയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അന്ന് പാതിരാത്രിയിൽ അങ്ങോട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഒരു സ്ഥലത്തും ഒരു ലൈറ്റൊന്നുമില്ല. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ സ്ട്രീറ്റ് ലൈറ്റൊന്നും വന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രം ഈ തിരി കത്തിച്ച് വയ്ക്കും, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വയ്ക്കുമായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലൊക്കെ നടന്ന് പോയ അനുഭവം ഇന്നും അത് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പോവുക, എല്ലാവരും ഒരുമിച്ച് തിരികെ വരിക. പിന്നെ പള്ളിയിൽ ആഘോഷം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ക്ഷീണിച്ച് അവസരമായിട്ടിരിക്കും. അല്പസമയം പോലും ഉറങ്ങാനായിട്ട് സാധിക്കുമായിരുന്നില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിടന്നുറങ്ങും. പക്ഷേ അമ്മയും പെങ്ങന്മാരും ഒക്കെ കാപ്പി തയ്യാറാക്കുന്നതിൻ്റെ ആ തിരക്കിലായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തി ഞങ്ങൾക്ക് ആഘോഷമായിട്ടുള്ള കാപ്പി തരും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കളിക്കാനൊക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. മറ്റു കുട്ടികളായിട്ടൊക്കെ കളിക്കാൻ പോകും, മറ്റു കുട്ടികളുടെ വീടുകളിലൊക്കെ സന്ദർശനത്തിന് പോകും. ഇതൊക്കെയാണ് എനിക്ക് അന്നത്തെ ആ ക്രിസ്മസ് ദിവസത്തെ പറ്റിയുള്ള ഓർമ്മകളായിട്ട് എനിക്ക് അയവിറക്കുവാനുള്ളത്. അത് കഴിഞ്ഞാലാണ് ഉച്ചയ്ക്കാണ് വിഭവസമൃദ്ധമായിട്ട് എന്ന് തന്നെ പറയാം നല്ലൊരു ഊണ്. അത് കഴിക്കുന്നതിൻ്റെ ആ സന്തോഷമുണ്ടല്ലോ. എല്ലാവരും ഒരുമിച്ച് അത് കഴിക്കും, എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഉണ്ടായിരിക്കുമല്ലോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ ഉറക്കത്തിൻ്റെ ബാക്കി തീർക്കാനുണ്ടെങ്കിൽ കിടന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളിയാണ്, കൂട്ടുകാരും ഒരുമിച്ചുള്ള കളി. ചുരുക്കം ചില വർഷങ്ങളിൽ വല്ല സിനിമയൊക്കെ കാണാനായിട്ട്, അന്ന് സിനിമയൊക്കെ കാണണമെങ്കിൽ തിയേറ്ററുകളിലേക്ക് പോകണം. തിയേറ്ററുകളിൽ പോയി ചുരുക്കം ചില വർഷങ്ങളിൽ അതിനുള്ള അനുവാദം കിട്ടുമായിരുന്നു. വർഷത്തിൽ 1-2 പ്രാവശ്യം സിനിമ കാണാനുള്ള അനുവാദം. അങ്ങനെ സിനിമ കണ്ടതുമൊക്കെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇതാണ് ക്രിസ്മസ് ദിവസത്തിൻ്റെ ആഘോഷത്തെപ്പറ്റി എനിക്ക് ഓർമ്മിക്കാനായിട്ട് ഉള്ളത്. പിതാവ്, ആദ്യ കുർബാന കാലഘട്ടത്തിലെ ഏതെങ്കിലുമൊക്കെ ക്രിസ്മസ് ഓർമ്മകൾ പിതാവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആദ്യ കുർബാന സ്വീകരണത്തെപ്പറ്റി വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ഇന്ന് നടത്തപ്പെടുന്നത് പോലുള്ള ആഘോഷമായിട്ടുള്ള ആദ്യ കുർബാന സ്വീകരണം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഞാൻ മാത്രമേ സ്വീകരിക്കാനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിന് 2 ആഴ്ച മുൻപ് എൻ്റെ അമ്മ അതിനു മുൻപ് തന്നെ നമസ്കാരങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്നു. അത്യാവശ്യമുള്ള നമസ്കാരങ്ങൾ, പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചിരുന്നു. അമ്മ എന്നെയും കൂട്ടി എൻ്റെ വികാരിച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വികാരിച്ചനോട് പറഞ്ഞു, ഇവന് നമസ്കാരങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ആദ്യ കുർബാന ഇവന് കൊടുത്താൽ നന്നായിരിക്കും എന്ന് അച്ഛനോട് പറഞ്ഞു. ഒരു ജോബച്ഛനായിരുന്നു അന്ന് ഞങ്ങളുടെ വികാരി. അപ്പോൾ അച്ഛൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് ചില നമസ്കാരങ്ങളൊക്കെ, പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ തെറ്റൊന്നും കൂടാതെ ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ അച്ഛൻ വളരെ സന്തോഷമായി. അപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് വരുന്ന ശനിയാഴ്ച, അതായത് ക്രിസ്മസിന് തൊട്ട് മുൻപുള്ള ആഴ്ച, ആ ശനിയാഴ്ച ആദ്യ കുർബാന സ്വീകരണം കൊടുക്കാം. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ ശനിയാഴ്ച രാവിലെ അമ്മ എന്നെയും കൂട്ടി പള്ളിയിലേക്ക് വന്നു.
ഇന്ന് കുട്ടികൾക്ക് ഉള്ളതുപോലുള്ള പുതിയ ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയതായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ ഉണ്ടായിരുന്നത് എൻ്റെ തലയിൽ വയ്ക്കാനൊരു മുടി, ചതാവലി വള്ളി കൊണ്ടുള്ള ഒരു മുടി ഉണ്ടാക്കി എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുർബാനയ്ക്ക് മുൻപ് കുമ്പസാരക്കൂട്ടിലേക്ക് അമ്മ എന്നെ കൊണ്ടുപോയി. ഞാൻ കുമ്പസാരിച്ചു. എന്തൊക്കെ പറഞ്ഞുവെന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല. അച്ഛൻ എന്ത് പറഞ്ഞുവെന്നും എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിനുശേഷം അമ്മ കുമ്പസാരിച്ചു. അതിനുശേഷം കുർബാനയിൽ സംബന്ധിച്ചു. ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. തിരികെ വീട്ടിലേക്ക് പോരുന്നതിന് മുൻപ് ബിയാരിച്ചനെ കണ്ട് നന്ദി പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണ്. വരുന്ന ആഴ്ചയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. പക്ഷേ നിൻ്റെ ഹൃദയം ഇപ്പോൾ തന്നെ ഒരു പുൽക്കൂടായിട്ട് മാറിയിരിക്കുക. ഉണ്ണി ഈശോ ഇന്ന് നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഇതിൻ്റെ പ്രാധാന്യം നീ മനസ്സിലാക്കണം. നിൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും പരിശുദ്ധമായിട്ട് നീ കാത്തു സൂക്ഷിക്കണം. ഒരു ചെറിയ ഉപദേശം അച്ഛൻ എനിക്ക് നൽകിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിന് ഒരാഴ്ച മുൻപ് തന്നെ നിൻ്റെ ഹൃദയം പുൽക്കൂടായിട്ട് മാറി എന്ന കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ ശരിയാണല്ലോ, എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിനുശേഷം അച്ഛൻ എന്തോ സാധനം എന്താണെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല, എനിക്കൊരു സമ്മാനമായിട്ട് തന്നു. ആ സമ്മാനവും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിലും വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആദ്യ കുർബാന സ്വീകരണമെല്ലാം ആ വിധത്തിലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എത്ര ആഘോഷമായിട്ടാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തപ്പെടുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു ആഘോഷമില്ലാതെ വളരെ ലളിതമായിട്ടുള്ള ഒരു കുർബാന സ്വീകരണമാണ് നടത്തപ്പെട്ടത്. പക്ഷെ അതിൻ്റെ നല്ല ഓർമ്മകൾ അയവിറക്കാനായിട്ട് സാധിക്കും. വികാരിച്ചൻ കാണിച്ച സ്നേഹം, അച്ഛൻ എനിക്ക് നൽകിയ ഉപദേശം, അതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ കിടക്കുകയാണ്. പിതാവ് സെമിനാരി കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ക്രിസ്മസ് അനുഭവങ്ങൾ പിതാവിൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടോ? ഞാൻ 1963 മൈനസ് സെമിനാരിയിൽ ചേർന്നത്. 2 വർഷം മൈനസ് സെമിനാരിയിലുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസ് കാലത്ത് തിരികെ വീട്ടിലേക്ക് പോരുമായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഴയതുപോലുള്ള ക്രിസ്മസ് ആഘോഷമാണ്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ പൂനെയിലെ പേപ്പർ സെമിനാരിയിലേക്കാണ് തത്വശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് അയക്കപ്പെട്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്രിസ്മസ് കാലം അവിടെ തന്നെ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ഇത് വളരെ വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമായിരുന്നു. എൻ്റെ ആദ്യത്തെ ആ വർഷത്തെ ക്രിസ്മസ് ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് ഞങ്ങൾ 4 പേരാണ് ഒരു മുറിയിൽ താമസിച്ചിരുന്നത്. നല്ല തണുപ്പുള്ള കാലമാണ്, പൂനെയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ 4 പേരൊരു മുറിയിലുണ്ടാകും. അപ്പോൾ അന്ന് പാതിരാക്കി തൊട്ട് മുൻപായിട്ട് എഴുന്നേറ്റ് പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, മണിയടിച്ചാൽ കേൾക്കുമോ? അപ്പം ഞാൻ മറ്റ് 3 പേരോടും പറഞ്ഞു, ഞാൻ ഏതായാലും ഉറങ്ങുന്നില്ല, ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചോളാം, നിങ്ങൾ ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി. മണിയടിച്ചത് ഞങ്ങൾ 4 പേരും കേട്ടില്ല. എഴുന്നേൽപ്പിക്കേണ്ട ചുമതല എനിക്കുണ്ടായിരുന്നു. ആ ചുമതല നിർവഹിക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു വർഷം ആദ്യത്തെ ക്രിസ്മസ്, പൂനെയിലെ ആദ്യത്തെ ക്രിസ്മസ്, ഇങ്ങനെ 4 പേരും ഉറങ്ങിപ്പോയത് കൊണ്ട് ക്രിസ്മസ് കുർബാന തീരാറായപ്പോഴാണ് ഞങ്ങൾക്ക് പള്ളിയിലെത്താനായിട്ട് സാധിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ റെക്ടറച്ചോട് വിവരം പറഞ്ഞു. റെക്ടറച്ചൻ സാരമില്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്താലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ക്രിസ്മസ് പക്ഷേ മൈനസ് സെമിനാരി വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമായിരുന്നു. പാതിരാത്രിയിലെ ആ കുർബാന, അതിനുശേഷമുള്ള കാപ്പി, പിന്നെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ ആഘോഷമായിട്ടുള്ള കാപ്പി, പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റ് ഹൗസുകളിൽ, മറ്റ് ഫോർമേഷൻ ഹൗസുകളിൽ പോകുമായിരുന്നു. അവിടെയുള്ള ക്രിബൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കാണുന്നതിന് വേണ്ടി പോകുമായിരുന്നു. അവിടെ പോയി എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ കൈമാറുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ ഉച്ചവരെ ആ ഒരു രീതിയിലുള്ള സന്ദർശനങ്ങൾ കൊണ്ട് ഞങ്ങൾ സമയം ചെലവഴിക്കുമായിരുന്നു. ഉച്ചയ്ക്കാണ് ആഘോഷമായിട്ടുള്ള ഉച്ച ഭക്ഷണം. അത് കഴിഞ്ഞാൽ അല്പം വിശ്രമിച്ചതിന് ശേഷം ഈ മത്സരങ്ങളുണ്ടായിരുന്നു. വോളിബോൾ മത്സരം, അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരം, ഫുട്ബോൾ മത്സരം, ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തപ്പെടുമായിരുന്നു. ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെയൊക്കെ ഓർമ്മ എനിക്ക് അയവിറക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ ഓർമ്മിക്കുന്ന വേറൊരു കാര്യം, ഡിസംബർ മാസം 28-ാം തീയതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുഞ്ഞിപ്പൈതങ്ങളുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. അന്ന് ആ സെമിനാരിൽ ഒരു പതിവുണ്ടായിരുന്നു.
ആ സെമിനാരിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 3 പേരെ കണ്ടെത്തി അവർക്ക് മറ്റുള്ളവർ സമ്മാനങ്ങൾ നൽകുക. ഇന്നസെൻസ് ഡേ എന്നാണ് അതേപ്പറ്റി പറഞ്ഞിരുന്നത്. ഇന്നസെൻസ് ഡേ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ 3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്കും മറ്റ് 2 പേർക്കും ആ ഒരു വർഷം, ആദ്യത്തെ വർഷം വളരെയേറെ സമ്മാനങ്ങൾ ലഭിച്ചു. അച്ഛന്മാർ സമ്മാനങ്ങൾ തരുമായിരുന്നു, സഹപാഠികൾ സമ്മാനങ്ങൾ തരുമായിരുന്നു, സീനിയേഴ്സ് സമ്മാനങ്ങൾ തരുമായിരുന്നു. ഒത്തിരി സമ്മാനങ്ങൾ ഞങ്ങൾക്ക് 3 പേർക്കും ലഭിച്ചത് ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത് അവിടെ വെച്ചാണ്. എല്ലാവരുടെയും നല്ല മനസ്സ്, ആ കൂട്ടായ്മ, പ്രോത്സാഹനം അന്ന് ലഭിച്ചത് ഇന്നും വളരെയേറെ സന്തോഷത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. അന്ന് സെമിനാരിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന വളരെ ആഘോഷമായിട്ടുള്ള കുർബാനയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു കൊയറുണ്ടായിരുന്നു സെമിനാരിയിൽ. അന്ന് ആലപിക്കാനുള്ള ഗാനങ്ങൾ പല പ്രാവശ്യം അവർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഗുണം ആ കുർബാന അർപ്പണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. കൊയർ വളരെ മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു. ആലപിക്കാൻ കഴിവുള്ള വൈദിക വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. അവരാണ് കൊയറിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ഓർമ്മകളാണ്. വളരെ പ്രസിദ്ധമായ പല ഗാനങ്ങളും ആലപിക്കപ്പെടുമായിരുന്നു കുർബാനയുടെ സമയത്തും കുർബാനയ്ക്ക് ശേഷവും. അങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ആലപിച്ച് കേൾക്കുന്നത്. നാട്ടിൽ വെച്ച് അതിനുള്ള വലിയ അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഇതുപോലുള്ള ഗാനങ്ങൾ, വളരെ പ്രസിദ്ധമായ ഗാനങ്ങൾ, ഏറ്റവും പ്രസിദ്ധമായ ഗാനം നിങ്ങൾക്കറിയാം, സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന് തുടങ്ങുന്ന ആ ഗാനം. അത് ആലപിക്കപ്പെടുക മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പം നമുക്കൊരു ക്രിസ്മസിൻ്റെ മൂഡിലേക്ക് വരാനായിട്ട് ഇതുപോലുള്ള ഗാനങ്ങൾ വളരെയേറെ സഹായിച്ചത് ഞാൻ ഓർമ്മിക്കുക. സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ്, അത് പാടുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വലിയൊരു അനുഭൂതി നമുക്കൊക്കെ ഉണ്ടാവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അത് ആലപിച്ച് നോക്കാമായിരിക്കും അല്ലേ? ഓക്കെ. Silent